പുതിയ അധ്യയന വർഷത്തേക്കുള്ള പുസ്തകങ്ങളും ബാഗും കുടകളുമെല്ലാം ഒരുക്കി വെച്ചിരുന്നെങ്കിലും ആരതിയെയും ആദർശിനെയും സ്കൂൾ മുറ്റത്തെത്തിക്കാൻ വിധി അനുവദിച്ചില്ല. അവർക്കായി വാങ്ങിവെച്ച പഠനോപകരണങ്ങളെല്ലാം അവരുടെ പിതാവ് മുരളീധരൻ സ്കൂളിന് സമർപ്പിച്ചപ്പോൾ ആ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചവർക്കെല്ലാം ആ കാഴ്ച നൊമ്പരത്തിൻ്റെതായി. അവധിക്കാലം ഏറെ ആസ്വദിച്ചാഘോഷിക്കുമ്പോഴും ആദർശും ആരതിയും തന്റെ കൂട്ടുകാർക്കൊപ്പം സ്കൂളിലെത്തുന്നതിന്റെ ആവേശത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അവധിക്കാലം തീരാൻ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പുതിയ ക്ലാസ്സിലേക്കുള്ള പുസ്തകങ്ങളും ബാഗും കുടകളുമെല്ലാം രക്ഷിതാക്കളോട് നിർബന്ധം പിടിച്ചു വാങ്ങിച്ചു. ദയാപുരം റെസിഡൻഷ്യൽ സ്കൂളിൽ 1ാം തരത്തിൽ നിന്നും 2ാം ക്ലാസ്സിലേക്കായിരുന്നു ആദർശ് പ്രവേശനം നേടിയത്. ആരതി 7ാം ക്ലാസ്സിലേക്കും. എന്നാൽ പുതിയ ക്ലാസ്സിൽ തന്റെ കൂട്ടുകാർക്കൊപ്പമെത്താൻ വിധി ഇവർക്ക് അവസരമൊരുക്കിയില്ല. മരണം 27ാം തീയതി വാഹനാപകടത്തിന്റെ രൂപത്തിൽ ഇവരെ കവർന്നെടുത്തു. പഠനത്തിലും മറ്റ് പഠനാനുബന്ധ പരിപാടികളിലുമെല്ലാം വളരെ സജീവമായിരുന്ന ഇരുവരുടെയും ദേഹവിയോഗം ഇനിയും ഈ വിദ്യാലയത്തിലെ അധ്യാപകർക്കും സഹപാഠികൾക്കും ഉൾക്കൊള്ളാനായിട്ടില്ല. ആരതിയുടെയും ആദർശിനെയും അനുസ്മരിക്കാനായി സംഘടിപ്പിച്ച ചടങ്ങിൽ ഇവരുടെ പിതാവും കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരൻ കൂടിയായ ടി.പി. മുരളീധരനും പങ്കെടുത്തു. ആരതി മരിക്കുന്നതിന് തലേദിവസം 5 മണിക്ക് ഞാൻ മെഡിക്കൽ കോളേജിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ എന്റെ മകളെ കാണാൻ പോയിരുന്നു. ഞാൻ അവിടെയുള്ള ഡ്യൂട്ടി ഡോക്ടറോട് ചോദിച്ചു, സാർ, എന്റെ മകളുടെ അവസ്ഥ എന്താണ്? ഡോക്ടർ പറഞ്ഞു, വളരെ സീരിയസ് ആണ്, ചിലപ്പോൾ രക്ഷപ്പെടും, ചിലപ്പോൾ മരണം സംഭവിക്കാം, 1% മാത്രമേ രക്ഷപ്പെടാൻ സാധ്യതയുള്ളൂ എന്ന് ഡോക്ടർ അപ്പോഴേ എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, സാർ, എന്റെ മകളുടെ ഏതവയവവും കണ്ണുകളും ദാനം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഡോക്ടർ പറഞ്ഞു, വളരെ വലുതാണ് നിങ്ങളുടെ ആഗ്രഹം, പക്ഷേ നിങ്ങളുടെ മകളുടെ കിഡ്നി ഒന്ന് തകർന്നു പോയിരിക്കുന്നു, നിങ്ങളുടെ മകളുടെ ലിവർ ഇല്ല, ആ ഭാഗമൊക്കെ തകർന്നു പോയിരിക്കുന്നു, നിങ്ങളുടെ കുട്ടിയുടെ കണ്ണുകൾ മാത്രമേ നമുക്ക് ദാനം ചെയ്യാൻ കഴിയൂ. സാർ, നമുക്ക് കണ്ണുകൾ ദാനം ചെയ്യാം. തന്റെ കുഞ്ഞുങ്ങൾക്കായി ഒരുക്കി വെച്ചിരുന്ന പഠനോപകരണങ്ങളെല്ലാം സ്കൂളിലെ മറ്റു വിദ്യാർത്ഥികൾക്കായി അദ്ദേഹം കൈമാറിയപ്പോൾ കണ്ടു നിന്നവർക്കൊക്കെ അത് നൊമ്പരമായി. ആരതിയുടെയും ആദർശിന്റെയും സ്മരണയ്ക്കായി സ്കൂൾ ക്യാമ്പസിൽ 2 വൃക്ഷത്തൈകളും അദ്ദേഹം വെച്ചുപിടിപ്പിച്ചു. ആരതിയുടെയും ആദർശിന്റെയും കൂട്ടുകാർക്ക് നനച്ചു വളർത്താനുള്ളത് ഈ സ്നേഹപ്പൂമരങ്ങൾ മാത്രം. CTV പ്രാദേശിക വാർത്ത, മുക്കം.